നമസ്കാരം പ്രിയമുള്ളവരെ. അരീക്കോട് ഇന്നലെ രാത്രി 10:15 കൂടി ഒരാൾ പുഴയിലേക്ക് ചാടിയതോടെ ഈ നാടൊന്നാകെ ആശങ്കയിലായിരുന്നു. മുക്കം ഫയർഫോഴ്സും അരീക്കോട് പോലീസും നാട്ടുകാരും മറ്റു സന്നദ്ധ വളണ്ടിയർമാരും എല്ലാം തിരച്ചിൽ ആരംഭിച്ചിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ വളരെ വലിയൊരു ശുഭവാർത്തയാണ് നമുക്ക് ലഭ്യമാകുന്നത്. അരീക്കോട് പാലത്തിൽ നിന്ന് കിലോമീറ്ററുകൾക്ക് താഴെ കുനിയിൽ പാലത്തിന് അരികിൽ വെച്ച് അദ്ദേഹത്തെ ജീവനോടെ കണ്ടെത്തുകയും അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അരീക്കോട് പൂങ്കുടി സ്വദേശി കരളിക്കാടൻ ഹർഷാദ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. അദ്ദേഹം ഒരു മീൻപിടുത്ത തൊഴിലാളി കൂടിയാണ്. അദ്ദേഹത്തോട് അപ്പോൾ സംഭവിച്ച കാര്യങ്ങളെ നമുക്ക് ചോദിക്കാം. സംഭവിച്ചത്, ഞാൻ പുഴയിൽ മീൻ പിടിച്ചോടുക്കുമ്പോ പുലർച്ചെ ഒരു 5 മണിയോട് കൂടി അദ്ദേഹം ഒരു മരക്കമ്പിൽ ഇങ്ങനെ ഒഴുകി വരികയായിരുന്നു. ആ സമയത്ത് ഞാൻ തോണിയിലേക്ക് അദ്ദേഹത്തെ പിടിച്ചു കയറ്റുകയാണ് ചെയ്തത്. അദ്ദേഹം നിലവിളിക്കുകയോ അല്ലെങ്കിൽ ഞാൻ ചെറിയൊരു ശബ്ദം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, ചെറിയൊരു പിന്നെ അറിയുന്നുണ്ട്. ആ സമയത്താണ് ഞാൻ ടോർച്ചടിച്ച് നോക്കുമ്പോൾ അദ്ദേഹം ഒരു മരക്കമ്പിൽ ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കുക. ഏകദേശം സെന്ററിൽ നിന്ന് തന്നെ പിടിച്ചത്. പിന്നെ ഞാൻ തോണിയിൽ നിന്ന് നേരിട്ട് കയറ്റാൻ കഴിയൂല, ചെറിയ തോണി ആയതുകൊണ്ട് അദ്ദേഹത്തെ പിടിച്ച് കൈമ പിടിപ്പിച്ചായിട്ട് കരക്കത് കൊണ്ടുപോയിട്ടാണ് ഞാൻ അദ്ദേഹത്തെ തോണി പിന്നെ കയറ്റായിട്ട് ഞാൻ പുറത്ത് കൊണ്ടുപോയി പാലത്തുമൊക്കെ കൊണ്ടുവന്നതാണ്. അദ്ദേഹത്തിന്റെ ഒരു ശാരീരിക അസ്വസ്ഥത അദ്ദേഹം കുറച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വെള്ളങ്ങളൊന്നും അധികം കുടിച്ചിട്ടില്ല. വിറയലുണ്ട്, എനിക്ക് തലക്ക് ചൊറിച്ചിലാണ് നേർക്കൊണ്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തല ചൊറിച്ചിലാണ്. അപ്പോ ഇന്നലെ 10:15 അദ്ദേഹം ചാടുന്നത്. ഇന്ന് രാവിലെ 5 മണിക്കാണ് കണ്ടെത്തുന്നത്. അപ്പൊ അദ്ദേഹം അത്ര സമയം പുഴയിൽ എവിടെ ആയിരുന്നു അങ്ങനെ എന്തെങ്കിലും ചോദിക്കാൻ എന്തെങ്കിലും ചെയ്തിരുന്നു? അദ്ദേഹം അതിനൊന്നും ഉത്തരം പറയുന്നില്ല. അദ്ദേഹം കാവനൂർ സ്വദേശിയാണ് എന്ന് പറയുന്നു. കാവനൂരാണ് എന്റെ സ്വദേശം എന്ന് പറയുന്നത്. എന്താണ് ചാടാൻ കാരണം എന്നുള്ളതൊന്നും അത്തരം കാര്യങ്ങളൊന്നും അദ്ദേഹം മെന്റാലിറ്റി മാറിനായിരുന്നു. ഓക്കെ, എന്തായാലും വളരെ അഭിനന്ദനാർഹം. സത്യത്തിൽ ഒരു പുലർച്ചെ 5 മണിക്കൊക്കെ അങ്ങനെ ഒരു കാഴ്ച കാണുമ്പോൾ പലരും ഒരുപക്ഷെ ഭയപ്പെട്ടു പോകുന്ന ഒരു സമയത്ത് ഒരു കൃത്യമായ രക്ഷാപ്രവർത്തനം നടത്തിയ ഹർഷാദിനെ ഇന്നത്തെ മോർണിംഗ് വാക്ക് ടീമും അതോടൊപ്പം തന്നെ നാട്ടുകാരും അത് രാവിലെ തന്നെ ആദരിച്ചിട്ടുണ്ട്. ആ ഒരു സദസ്സിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഫയർ ഓഫീസർ അബ്ദുൽ ഗഫൂർ സാർ കൂടി ഈ പ്രോഗ്രാമിലുണ്ട്. ഇദ്ദേഹത്തിന്റെ ഒരു രക്ഷാപ്രവർത്തനത്തെ കുറിച്ച് എത്രമാത്രം ആശ്വാസകരമാണ്, ആ ഒരു ജീവൻ രക്ഷിക്കാൻ കഴിയാൽ കാണിച്ച ആ ഒരു മനസ്സിനെ എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായിട്ടും വളരെ അഭിനന്ദനീയമായ ഒരു സേവനമാണ് പ്രിയപ്പെട്ട ഹർഷാദ് ചെയ്തിട്ടുള്ളത്. ഇന്നലെ രാത്രി കാണാതായത് മുതൽ മുക്കം ഫയർ സർവീസ്, മഞ്ചേരി ഫയർ സർവീസ്, അരീക്കോട് പോലീസ്, നാട്ടുകാരെ, വിവിധ സന്നദ്ധ പ്രവർത്തകർ പെട്ടെന്ന് ഓടിയെത്തുകയും തെരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു. പക്ഷെ നമുക്കറിയാം, ഇടവിട്ടുള്ള കനത്ത മഴയൊക്കെ രക്ഷാപ്രവർത്തനത്തിന് ബാധിക്കുന്നുണ്ട്. മാത്രമല്ല പുഴയിൽ നല്ല കുത്തൊഴുക്കുണ്ട്. ഇന്നലെ രാത്രി വളരെ വൈകി തെരച്ചിൽ നിർത്തി. ഇന്ന് രാവിലെ സർവ്വസന്നാഹങ്ങളോടുകൂടി നമ്മൾ തെരച്ചിൽ നടത്താനാണ് പ്ലാൻ ചെയ്തിരുന്നത്. എന്നാൽ ഭാഗ്യവശാൽ ഹർഷദ് ഒരു മഹത്തായ ജീവൻ രക്ഷപ്പെടുന്നതിലൂടെ നാടൻ തന്നെയാണ് മൊത്തത്തിൽ രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാ സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും റെഡി ആവുന്നതിന് മുമ്പേ ഹർഷദ് ആ വിലപ്പെട്ട ജീവൻ രക്ഷപ്പെടുത്തി. അതിനെ ഹർഷദിനെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ പേരിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാവന്നൂർ ഇരിവേറ്റി സ്വദേശി റഹ്മാൻ TK യാണ് ഇന്നലെ പുഴയിലേക്ക് എടുത്തുചാട്ടി നാട്ടുകാരെ ആശങ്കയിലാഴ്ത്തിയത്. ഇന്ന് രാവിലെ അദ്ദേഹത്തെ കണ്ടെത്തി അരീക്കോട് പോലീസിൽ ഏൽപ്പിക്കുകയും തുടർന്ന് അരീക്കോട് താലൂക്ക് ആശുപത്രിയിലേക്ക് ചികിത്സക്കായി മാറ്റുകയും ചെയ്തു. അരീക്കോട് SI ശൈലേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയത്.